ഹായ് മക്കളെ, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 എക്കണോമിക്സിലെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തുടങ്ങി പഠിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ടോപ്പിക്സ് ആണ് എന്തിൽ വരുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. SC ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, നമുക്ക് ഉണ്ടാകുന്ന SC ക്വസ്റ്റ്യൻസിന്റെ സെക്ഷനിൽ SC ക്വസ്റ്റ്യൻ ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. മറ്റ് ചാപ്റ്റേഴ്സിലെ പോലെ എന്താണ് ബുദ്ധിമുട്ടുള്ള യാതൊരു കാര്യങ്ങളും ഇതിലില്ല. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What are the consequences of global warming? Okay, global warming ന്റെ നമ്മൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഗ്ലോബൽ വാർമിംഗ് പഠിച്ചിട്ടുണ്ട്, ലാൻഡ് ഡിഗ്രഡേഷൻ പഠിച്ചിട്ടുണ്ട്, ഓസോൺ ഡിപ്ലീഷൻ പഠിച്ചു അല്ലെ. അങ്ങനെയുള്ള കുറച്ച് എൻവയോൺമെന്റൽ ക്രൈസിസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നമ്മുടെ എൻവയോൺമെന്റ് ക്രൈസിസുകൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ എഴുതണം? ഗ്ലോബൽ വാർമിംഗ്, നമ്മുടെ ഓസോൺ ഡിപ്ലീഷൻ, അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക, അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്ലോബൽ വാർമിംഗിന്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ആ ഒരു നോർമൽ ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിട്ട് വരിക അല്ലെ, കൂടുതലായിട്ട് ടെമ്പറേച്ചർ വരിക, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് എന്ത്, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോ കറന്റ്ലി നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എൻവയോൺമെന്റൽ ക്രൈസിസ് ആണ് എന്ത്, ഈ പറയുന്ന ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഇപ്പൊ നമുക്ക് എന്താണ്, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതില് നമ്മൾ പറയുന്ന ഇത്രയേ ഉള്ളൂ, കുറച്ച് പോയിന്റ്സ് മാത്രം. ഓക്കെ, ഒരു ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്, ഷോർട്ട് ആൻസേഴ്സ് ആണ്, ഷോർട്ട് പോയിന്റ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിൽ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കുക, നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസിക്വൻസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ആണ്. ഫസ്റ്റത്തെ ആണ് മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് അല്ലെ. ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകാനായിട്ട് കാരണമാവുന്നുണ്ട് അല്ലെ. അതായത് നമ്മുടെ ആവറേജ് ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിലെ ആവറേജ് ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ആ ഒരു വർധനവിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെ, കാലാവസ്ഥാ വ്യതിയാനങ്ങള്, നമ്മൾ ആരും ചിന്തിക്കാത്ത തരത്തിലുള്ള പെട്ടെന്ന് എന്ത് ചെയ്യുക, ക്ലൈമറ്റ് ചേഞ്ചുകൾ സംഭവിക്കുക അല്ലെ, കാലാവസ്ഥാ മാറ്റങ്ങൾ സംഭവിക്കുക. ഇതും എന്താണ്, ഗ്ലോബൽ വാർമിംഗിന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ റൈസിംഗ് ഓഫ് സീ ലെവല് അല്ലെ, ജലനിരപ്പ് ഉയരാനായിട്ട് കാരണമാവുന്നു. കടലിലെ വെള്ളം അല്ലെ, സീ ലെവൽ കൂടാനായിട്ട് കാരണമാവുന്നു. മക്കളെ, സീ ലെവൽ കൂടിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ആരെയാണ്? നമ്മുടെ ഈ ഒരു കോസ്റ്റൽ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർ അല്ലെ, അതായത് ഈ കടലുകളുടെ ഒക്കെ അടുത്ത് താമസിക്കുന്ന ആൾക്കാര്, അതുപോലെ തന്നെ എന്താണ് ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാര്, അവരൊക്കെയാണ് ഈ റൈസിംഗ് ഓഫ് സീ ലെവൽ എന്ന് പറയുന്ന പ്രോബ്ലം കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ റൈസിംഗ് ഓഫ് സീ ലെവലും എന്താണ്, ഗ്ലോബൽ വാർമിംഗിന്റെ ഒരു കോൺസിക്വൻസസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ പറയുന്നതാണ് കോസ്റ്റൽ ഫ്ലഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന ജല സ്രോതസ്സുകളുടെ അടുത്തുള്ള എന്താണ് ആ ഒരു പ്രദേശങ്ങളിലെ, കോസ്റ്റൽ പ്രദേശങ്ങളിൽ എന്ത് ചെയ്യാം, ഫ്ലഡിങ് അല്ലെ, അതായത് വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ സ്കാർസിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, നമുക്ക് എന്താണ് ആവശ്യത്തിന് കുടിവെള്ളം കിട്ടാത്തൊരു സിറ്റുവേഷൻ, അതാണ് സ്കാർസിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനും എന്ത് ചെയ്യാം, ഈ ഗ്ലോബൽ വാർമിംഗിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫേസ് ചെയ്യാം. അതുപോലെ തന്നെ ട്രോപ്പിക്കൽ ഡിസീസസ്, സ്കിൻ ക്യാൻസർ, അങ്ങനെയുള്ള ഒരുപാട് ഡിസീസസ് എന്ത് കാരണം നമുക്ക് ഗ്ലോബൽ വാർമിംഗ് കാരണം എന്ത് ചെയ്യാറുണ്ട്, പിടിപെടാറുണ്ട്. അപ്പോ കുറച്ച് പോയിന്റ്സ് നമ്മൾ പറഞ്ഞുള്ളൂ. എന്തൊക്കെയാണ്? മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്, ക്ലൈമറ്റ് ചേഞ്ച്, റൈസിംഗ് ഓഫ് സീ ലെവല്, കോസ്റ്റൽ ഫ്ലഡിങ്, സ്കാർസിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ട്രോപ്പിക്കൽ ഡിസീസസ്. ഇത്രയും പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഗ്ലോബൽ വാർമിംഗിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ആണ്, എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ലാൻഡ് ഡീഗ്രഡേഷൻ? അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള കുറച്ച് എൻവയോൺമെന്റ് ക്രൈസിസുകളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ലാൻഡ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്. അതിന്റെ എന്താണ് കാരണങ്ങളാണ്. ഓക്കെ, ലാൻഡ് ഡീഗ്രഡേഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്, ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ലാൻഡ് ഡീഗ്രഡേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെയാണ് ലോസ് ഓഫ് വെജിറ്റേഷൻ ഒക്യൂറിംഗ് ഡ്യൂ ടു ഡീഫോറസ്റ്റേഷൻ. അതായത് എന്താണ്, വെജിറ്റേഷനിൽ ഉണ്ടാകുന്ന കുറവ് എന്തിന്റെ ഭാഗമായിട്ട്, ഡീഫോറസ്റ്റേഷന്റെ ഭാഗമായിട്ട് അല്ലെ, വനനശീകരണത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത്, വെജിറ്റേഷനിൽ ഉണ്ടാകുന്ന കുറവ് എന്ത് ചെയ്യാം, ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാകാം. അതുപോലെ തന്നെ അൺസസ്റ്റൈനബിൾ ഫ്യൂവൽ വുഡ് ആൻഡ് ഫോഡർ എക്സ്ട്രാക്ഷൻ
എക്സ്ട്രാക്ഷൻ. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പൊ വിറക്, ഫ്യൂവൽ വുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിറകുകൾ അല്ലെ, നമ്മൾ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് സസ്റ്റൈനബിൾ അല്ലാത്ത രീതിയിൽ, അതായത് സുസ്ഥിരമല്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഫ്യൂവൽ വുഡുകൾ, വിറകുകൾ ശേഖരിക്കുക. അതുപോലെ തന്നെ ഫോഡർ എക്സ്ട്രാക്ഷൻ, അതായത് ഈ കന്നുകാലികൾക്കുള്ള ആ ഒരു ഫുഡ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഫോറസ്റ്റുകളിൽ നിന്നും അതുപോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതെന്തിന് കാരണമാകാം, ലാൻഡ് ഡിഗ്രഡേഷന് കാരണമാകാം. അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, നമ്മൾ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക. അതും എന്ത് ചെയ്യാം, മണ്ണിന്റെ ആ ഒരു ഫെർട്ടിലിറ്റി കുറയ്ക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. അതിലൂടെ ലാൻഡ് ഡിഗ്രഡേഷൻ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് ആണ് എൻക്രോച്ച്മെന്റ് ഇൻ ടു ഫോറസ്റ്റ് ലാൻഡ്. എന്താണ് ഈ എൻക്രോച്ച്മെന്റ്? കടന്നുകയറ്റം അല്ലെ. ഫോറസ്റ്റ് ലാൻഡിലേക്ക് നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ, മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യങ്ങള് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോറസ്റ്റ് ലാൻഡിലേക്ക്, കാടുകളിലേക്ക് എന്ത് ചെയ്യണു, എൻക്രോച്ച്മെന്റ്, കടന്നുകയറ്റം നടത്തണു. നമ്മൾ നേരത്തെ ഉള്ള പോയിന്റിൽ പഠിച്ച പോലെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന വിറകുകൾക്ക്, അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടി ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയുള്ള പല പല രീതിയിലുള്ള റിസോഴ്സസ് എന്തിലുണ്ട്, നമ്മുടെ ഈ ഫോറസ്റ്റ് ലാൻഡിലുണ്ട്. അതൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യുക, നമ്മുടെ കാടുകളിലേക്ക് കടന്നുകയറ്റം നടത്തുമ്പോൾ അതൊക്കെ എന്തിന് കാരണമാകാം, ലാൻഡ് ഡിഗ്രഡേഷന് കാരണമാകാം. പിന്നെ പറയുന്നതാണ് ഫോറസ്റ്റ് ഫയേഴ്സ് ആൻഡ് ഓവർ ഗ്രേസിംഗ്. ഫോറസ്റ്റ് ഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം, കാട്ടുതീ അല്ലെ. അതായത് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ഇത് എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്തു പോകുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് വെജിറ്റേഷൻസ്, പ്ലാന്റ്സ് ഒക്കെ നശിച്ചു പോകുന്നു. അത് മാത്രമല്ല നമ്മുടെ സോയിലിന്റെ ഫെർട്ടിലിറ്റിനെയും അത് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. ഓവർ ഗ്രേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ എന്ത് ചെയ്യുക, കന്നുകാലികളെ ഒരു പെർട്ടിക്കുലർ പ്രദേശത്ത് എന്ത് ചെയ്യുക, പുല്ല് അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെ മേയാൻ വിടുന്നതാണ് എന്ത്, ഈ പറയുന്ന ഓവർ ഗ്രേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോറസ്റ്റ് ഫയേഴ്സും അതുപോലെ തന്നെ ഓവർ ഗ്രേസിംഗ് അതായത് കന്നുകാലികളെ ഒരു പരിധിയിൽ കൂടുതൽ ഒരു പെർട്ടിക്കുലർ പ്രദേശത്ത് മേയാനായിട്ട് വിടുക അല്ലെ, ഫുഡിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവരെ മേയാനായിട്ട് വിടുക. അതും എന്ത് ചെയ്യാം, ലാൻഡ് ഡീഗ്രഡേഷന് കാരണമാകാം. അടുത്തതാണ് നോൺ അഡോപ്ഷൻ ഓഫ് അഡിക്വേറ്റ് സോയിൽ കൺസർവേഷൻ മെഷേഴ്സ്. എന്താണ് ഈ സോയിൽ കൺസർവേഷൻ മെഷേഴ്സ്? മണ്ണിനെ സംരക്ഷിക്കാനുള്ള കുറച്ച് മെഷേഴ്സ് അല്ലെ, അങ്ങനെയുള്ള മെഷേഴ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാതിരിക്കുക അല്ലെ. അതായത് പ്രോപ്പർ ആയിട്ടുള്ള സോയിൽ കൺസർവേഷൻ ടെക്നിക്കുകൾ അല്ലെങ്കിൽ മെഷേഴ്സ് നമ്മൾ എടുക്കാതിരിക്കുക, മണ്ണിന്റെ ആ ഒരു എന്താണ് ഫെർട്ടിലിറ്റിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കാതിരിക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷനിലും എന്ത് സംഭവിക്കാം, ലാൻഡ് ഡീഗ്രഡേഷൻ സംഭവിക്കാം. പിന്നെ പറയുന്നതാണ് ഇംപ്രോപ്പർ ക്രോപ്പ് റൊട്ടേഷൻ അല്ലെ. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ക്രോപ്പ് റൊട്ടേഷൻ അല്ലെ. ഒരേ സ്ഥലത്ത് എന്ത് ചെയ്യുക, കൃഷികൾ ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്തുകൊണ്ടിരിക്കുക. അതെന്താണ്, നമുക്ക് പൊതുവെ ബെനിഫിറ്റബിൾ ആണെന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ഇംപ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ, അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യുന്നില്ല, ഇംപ്രോപ്പർ ആയിട്ടാണ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാം, ലാൻഡ് ഡിഗ്രഡേഷന് കാരണമാകാറുണ്ട്. ഓക്കെ, നമ്മൾ 7 പോയിന്റ്സ് ആണ് ഇതിൽ പഠിച്ചിട്ടുള്ളത്. ഒന്നാമത്തെയാണ് ലോസ് ഓഫ് വെജിറ്റേഷൻ ഒക്യൂറിംഗ് ഡ്യൂ ടു ഡീഫോറസ്റ്റേഷൻ, അൺസസ്റ്റൈനബിൾ ഫ്യൂവൽ വുഡ് ആൻഡ് ഫോഡർ എക്സ്ട്രാക്ഷൻ, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, എൻക്രോച്ച്മെന്റ് ഇൻ ടു ഫോറസ്റ്റ് ലാൻഡ്, ഫോറസ്റ്റ് ഫയേഴ്സ് ആൻഡ് ഓവർഗ്രേസിംഗ്, നോൺ അഡോപ്ഷൻ ഓഫ് അഡിക്വേറ്റ് സോയിൽ കൺസർവേഷൻ മെഷേഴ്സ് ആൻഡ് ഇംപ്രോപ്പർ ക്രോപ്പ് റൊട്ടേഷൻ. ഈ 7 പോയിന്റ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. 7 പോയിന്റ്സ് ഒന്നും ചിലപ്പോൾ നമുക്ക് എഴുതാൻ വരില്ല എങ്കിൽ പോലും നമുക്ക് അവിടെ ചെന്നിരിക്കുമ്പോൾ, എക്സാം ഹോളിൽ ചെന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ പോയിന്റ്സ് ഓർമ്മ കിട്ടണം. ഓക്കെ, എപ്പോഴും മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും കുറച്ച് കൂടുതൽ പോയിന്റ്സ് പഠിച്ചുകൊണ്ട് പോവുക. ഓക്കെ, ചിലപ്പോൾ നമുക്ക് എങ്ങാനും സാഹചര്യത്തിൽ എക്സാം ഹാളിൽ ടെൻഷൻ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ക്വസ്റ്റ്യൻസ് എഴുതുന്ന തിരക്കിലോ ഏതെങ്കിലും പോയിന്റ്സ് നമുക്ക് മറന്നു പോയി കഴിഞ്ഞാൽ മറന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലെ. എത്ര പഠിക്കുന്ന കുട്ടിയായാലും കുറച്ചൊക്കെ ആൻസേഴ്സ് എന്ത് ചെയ്യാൻ നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പൊ അങ്ങനെ മറന്നു പോകുമ്പോൾ എന്താണ്, നമുക്ക് മാർക്കുമായിട്ട് ബാലൻസ് ചെയ്യണം അല്ലെ. പ്രോപ്പർ ആയിട്ട് 3 മാർക്കിനാണെന്നുണ്ടെങ്കിൽ ഇത്ര പോയിന്റ്സ്, അങ്ങനെയുള്ള പോയിന്റ്സ് നമ്മൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്ത് ചെയ്യുക, കുറച്ച് അല്ലെങ്കിൽ കറക്റ്റ് മാർക്കിന് പഠിച്ചു വെക്കാതെ കുറച്ച് കൂടുതലായിട്ട് പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ആ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എസ്എ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും, അതായത് മെയിൻ എക്സാമിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ചോദിക്കാറുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. മക്കളെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ആൻസർ ആണ് ഇതിൽ വരുന്നത്. എങ്കിൽ തന്നെയും നമുക്ക് ഇത്രയും പോയിന്റ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മറ്റ് ക്വസ്റ്റ്യൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് 2 എസ് ക്വസ്റ്റ്യൻസ് പറയാറുണ്ട്, പോവേർട്ടി അലിവിയേഷനും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് റിഫോംസ്, ലിബറലൈസേഷൻ, ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് കൂടുതലായിട്ട് ഈ 3 എപ്പോഴും എസ് ക്വസ്റ്റ്യനിൽ ഈ 3 ഒരെണ്ണെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെ എന്താണ് ഇമ്പോർട്ടന്റ് ആണ്, അത്രയും നമുക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ 3. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്.
അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിലൊരു ഡെഫിനിഷൻ ഉണ്ട്. എന്താ പറയണത്? ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ് ഓഫ് ദ പ്രസന്റ് ജനറേഷൻ വിതൗട്ട് കോംപ്രമൈസിംഗ് ദ എബിലിറ്റി ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. അതായത് ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ് ഓഫ് ദ പ്രസന്റ് ജനറേഷൻ, അത്രയും നോക്കുക. അതായത് ഡെവലപ്മെന്റ് ദാറ്റ് മീൻസ് ദ നീഡ് ഓഫ് ദ പ്രസന്റ് ജനറേഷൻ, പ്രസന്റ് ജനറേഷന്റെ നീഡ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുക വിത്തൗട്ട് കോംപ്രമൈസിംഗ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. അതായത് വരും തലമുറയ്ക്ക് അവരുടെ ആ ഒരു എബിലിറ്റീസ് അല്ലെ, അവരുടെ റിസോഴ്സ് യൂസ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിനെ കുറയ്ക്കാത്ത രീതിയിൽ, കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലുള്ള ഇന്നത്തെ തലമുറയുടെ കറന്റ് പ്രസന്റ് ജനറേഷന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക. അതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്കുള്ള റിസോഴ്സ് മൊത്തം, ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷൻ ഇപ്പൊ നമുക്കുള്ള എല്ലാ റിസോഴ്സും അങ്ങോട്ട് സ്പോയിൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. മൊത്തത്തിൽ നമ്മൾ എല്ലാം ഉപയോഗിച്ച് തീർക്കുകയാണ്, മറ്റ് വരാൻ പോകുന്ന ആ ഒരു ജനറേഷൻ നമ്മൾ വെക്കുന്നില്ല എന്ന് വിചാരിക്കുക. അതാണ് എന്ത് ഈ പറയുന്ന എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ല. അതിന് നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ, പ്രസന്റ് ജനറേഷന്റെ നീഡ്സ് എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. അതോടൊപ്പം തന്നെ ഫ്യൂച്ചർ ജനറേഷന് അവരുടെ ആ ഒരു റിസോഴ്സ് യൂസ് ചെയ്യാനുള്ള എബിലിറ്റിനെ റെഡ്യൂസ് ചെയ്യരുത് അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യരുത്. ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഇതിന്റെ സ്ട്രാറ്റജീസ് ആണ് പറയുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അക്യൂർ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ പോയിന്റ് ആണ് യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. അതായത് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി യൂസ് ചെയ്യുക. എന്താണ് ഈ കൺവെൻഷനലും നോൺ കൺവെൻഷനലും? കൺവെൻഷനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പരമ്പരാഗതമായിട്ട് നമ്മൾ യൂസ് ചെയ്ത് പോകുന്ന എനർജീസ്. അതായത് എന്താണ് ഈ തെർമൽ പവർ, അതുപോലെ തന്നെ ഹൈഡ്രൽ പവർ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണത് കൂടുതലായിട്ട്, ഹൈഡ്രോ പവർ, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യണത് ഈ ഒരു കൺവെൻഷണൽ സോഴ്സ് ആയിട്ട് പറയണത്. നോൺ കൺവെൻഷണൽ എന്ന് പറയണത് പരമ്പരാഗതമല്ലാത്തതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ എനർജി, അതുപോലെ തന്നെ വിൻഡ് എനർജി, അതൊക്കെ എന്താണ് നമ്മളിപ്പോ ഈ ഒരു പ്രസന്റ്ലി കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് അല്ലെ. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി യൂസ് ചെയ്തോണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അക്യൂർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നോക്കുക, India hugely dependent on thermal and hydropower plants to meet its power needs. Both of these have adverse environmental impacts. Wind power and solar rays are good examples of non-conventional energy sources and they are more eco-friendly. അല്ലെ, നമുക്കറിയാം നമ്മൾ കൂടുതലായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രി ഹ്യൂജ്ലി ഡിപ്പെൻഡ് ഓൺ എന്തൊക്കെ? തെർമൽ പവറിലും ഹൈഡ്രോ പവറിലൊക്കെയാണ്. നമുക്കറിയാം ഇതെന്താണ്? എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അല്ല, നമ്മുടെ പ്രകൃതിക്ക് ഒരുപാട് ദോഷകരമായിട്ട് ബാധിക്കുന്നതാണ് എന്ത്? ഈ പറയുന്ന കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ആയിട്ടുള്ള തെർമൽ പവറും അതുപോലെ തന്നെ ഹൈഡ്രോ പവറും. ഈ തെർമൽ പവർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കൽക്കരിയൊക്കെ കത്തിച്ചുണ്ടാക്കുന്നതാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എൻവയോൺമെന്റ് അത് ദോഷകരമായിട്ട് ബാധിക്കാം. എയർ പൊല്യൂഷന് കാരണമാവാം, അതുപോലെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവാം. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വിൻഡ് പവറും സോളാർ പവർ അങ്ങനെയുള്ള എന്താണ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയിലേക്ക് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം അല്ലെ. അതിലേക്ക് നമ്മൾ പുതിയതായിട്ട് സ്റ്റെപ്പ് ചെയ്യണം. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തതാണ് LPG ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയാസ്. എന്താണ് മക്കളെ LPG? പൊതുവെ നമുക്ക് LPG എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എക്കണോമിക് സ്റ്റുഡൻസിന് ഓർമ്മ വരിക എന്താണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇവിടെ എന്താണ് പറയുന്നത്? ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ആണ്. ഓക്കെ, അപ്പോ എന്താണ് LPGയും അതുപോലെ തന്നെ ഗോബർ ഗ്യാസും കൂടുതലായിട്ട് യൂസ് ചെയ്യുക. LPG and gobar gas plant is being provided through easy loans and subsidy. It reduces household pollution to a large extent. Also energy wastage is minimized. അതായത് നമ്മുടെ റൂറൽ ഏരിയാസിലെ വീടുകളിൽ കൂടുതലായിട്ട് നമ്മൾ ഈ പറയുന്ന എന്താണ് LPGയും അതുപോലെ തന്നെ എന്താണ് ഗോബർ ഗ്യാസ് എന്ന് പറയുന്നത് നമ്മുടെ കൗഡങ്ക്, ചാണകം പോലെയുള്ള വസ്തുക്കളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? എടുക്കുന്നതാണ് ഈ ഗോബർ ഗ്യാസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള LPGയും ഗോബർ ഗ്യാസും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക്, ഹൗസ് ഹോൾഡ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന എനർജി യൂസേജ് ഒരു ലാർജ് എക്സ്റ്റെന്റിൽ കുറയ്ക്കാൻ പറ്റും, പൊല്യൂഷനും കുറയ്ക്കാൻ പറ്റും. ഓക്കെ, LPGക്കൊക്കെ നമുക്ക് എന്തുണ്ട്? സബ്സിഡീസ് ഉണ്ട്, ഗവൺമെന്റ് സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത് എന്താണ്? പറയുന്ന LPG ഗോബർ ഗ്യാസ് പോലെയുള്ള സാധനങ്ങളാണ്. ഇവിടെ എനർജി വേസ്റ്റേജ് നമുക്ക് എന്ത് ചെയ്യാം? മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് നോൺ കൺവെൻഷണൽ സോഴ്സസ് ആണ്. പിന്നെ LPG ആൻഡ് ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയാസ്. ഇനി അടുത്തതാണ് CNG ഇൻ അർബൻ ഏരിയാസ്. നമ്മൾ എന്ത് ചെയ്യാം? ഈ CNG പോലെയുള്ളത് എന്ത് ചെയ്യുക? അർബൻ ഏരിയാസിൽ
എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. CNG എന്ന് പറഞ്ഞാൽ എന്താണ്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. അത് എന്ത് ചെയ്യുക, അർബൻ ഏരിയാസിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഇൻ ഡൽഹി ദ യൂസ് ഓഫ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആസ് ഫ്യൂവൽ ഇൻ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഹാസ് സിഗ്നിഫിക്കൻറ്റ്ലി ലോവേർഡ് എയർ പൊല്യൂഷൻ. അതായത് നമുക്കറിയാം ഡൽഹി പോലെയുള്ള ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ചുകൂടി എന്താണ്, അത്രയും ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് അല്ലെ. അവിടെ എന്തും കൂടുതലാണ്, പൊല്യൂഷനും കൂടുതലാണ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഏരിയാസിൽ അവിടെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞതാണ് എങ്ങനെ, അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഈ പറയുന്ന കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്, CNG ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൽഹിയിൽ ഒരു പരിധി വരെ എയർ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നാലാമത്തെയാണ് വിൻഡ് പവർ ഇൻ ഏരിയാസ് ഫോർ വിൻഡ് പവർ. ഓക്കെ, നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാം, ഈ പറയുന്ന വിൻഡ് പവറിനെ നമുക്ക് ആശ്രയിക്കാനായിട്ട് പറ്റും. In areas where speed of wind is usually high, windmills can provide electricity without any adverse impact on the government. അതായത് നമുക്ക് കൂടുതലായിട്ട് കാറ്റ് കിട്ടുന്ന പ്രദേശങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ആ ഒരു വിൻഡ് മില്ലുകൾ നമുക്ക് സ്ഥാപിക്കാനായിട്ട് പറ്റും. ഓക്കെ, കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കിട്ടുന്ന കാറ്റിലൂടെ നമുക്ക് അതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ, കുറച്ച് തമിഴ്നാട് ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ കൂടുതലായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന വിൻഡ് മിൽസ് നമ്മൾ കാണാറുണ്ട് അല്ലെ, കാറ്റാടി യന്ത്രങ്ങൾ നമ്മൾ കാണാറുണ്ട്. അത് ഘടിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യും, അത് കാറ്റിൽ നിന്നുണ്ടാകുന്ന ആ ഒരു പവറിനെ എന്ത് ചെയ്യുന്നു, എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വിൻഡ് പവർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വിൻഡ് പവർ എന്ത് ചെയ്യാം, നമുക്ക് വൈഡ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ആണ്. നമ്മൾ അത് കൂടുതലായിട്ട് നമ്മൾ അതിനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും എന്ത് ചെയ്യാം, ഈ പറയുന്ന കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, എക്കോ ഫ്രണ്ട്ലി അല്ലാത്ത, എൻവയോൺമെന്റിനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഇല്ലാതാക്കാനായിട്ട് പറ്റും. ഇനി അഞ്ചാമത്തെയാണ് സോളാർ പവർ ത്രൂ ഫോട്ടോ വോൾട്ടായിക് സെൽസ്. അതായത് സോളാർ പവർ നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. ഇൻ India is naturally endowed with a large quantity of solar energy in the form of sunlight. Now, with the help of photovoltaic cell, solar energy can be converted into electricity. ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രി എന്താണ്, ഈ പറയുന്ന എന്താണ്, നമുക്ക് സോളാർ എനർജി ആവശ്യത്തിലധികം ഉണ്ട് അല്ലെ. ലാർജ് ക്വാണ്ടിറ്റി ഓഫ് എൻഡോഡ് വിത്ത് എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് സോളാർ എനർജി ഇൻ ദ ഫോം ഓഫ് സൺലൈറ്റ് അല്ലെ. നമുക്ക് സൺലൈറ്റിന്റെ ഫോമിൽ എന്ത് ചെയ്യണത്, ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് സോളാർ എനർജി കിട്ടുന്നുണ്ട്. ഫോട്ടോവോൾട്ടായിക് സെല്ലിന്റെ ഹെൽപ്പോടെ നമുക്ക് എന്ത് ചെയ്യാം, എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിസിറ്റി. ഫോട്ടോവോൾട്ടായിക് സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സോളാർ എനർജിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ These cells use special kind of materials to capture solar energy and then convert the energy into electricity. അതായത് ഈ ഫോട്ടോവോൾട്ടായിക് സെല്ലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ്. അതിനെ എന്ത് ചെയ്യാം, സോളാർ എനർജിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതിലൂടെ അതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം, എനർജിനെ നമുക്ക് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. This technique is also totally free from pollution. അതായത് എന്താണ്, ഈ സോളാർ എനർജി നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ ഒരു പൊല്യൂഷനും ഉണ്ടാവുന്നില്ല. ഓക്കെ, സീറോ പൊല്യൂഷൻ ആണ്. നമുക്ക് അത് യൂസ് ചെയ്യുന്നതിലൂടെ ഒരു രീതിയിലും പൊല്യൂഷൻ ഉണ്ടാവാറില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, സോളാർ എനർജി വൈഡ്ലി യൂസ് ചെയ്യാം. ഇനി അടുത്തതാണ് മിനി ഹൈഡൽ പ്ലാന്റ്സ്. മൗണ്ടൻ റീജിയൻസ് streams can be found almost everywhere. By using these streams, we can construct mini hydel power plants. Such power plants are environment friendly. അതായത് നമ്മൾ ചെറിയ ഉൾക്കാടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ. അപ്പോൾ ആ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് മിനി ഹൈഡൽ പ്ലാന്റ്സ് സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്നുണ്ടാകുന്ന എനർജീനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതെന്താണ്, ഒരു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്, എനർജി കൺസർവേഷൻ ടെക്നിക്കാണ്. മിനി ഹൈഡൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഉൾക്കാടുകളിലേക്ക് മൗണ്ടൻ റീജിയനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും, നമുക്ക് ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ആ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറയുന്ന മിനി ഹൈഡൽ പ്ലാന്റ്സ് സ്ഥാപിച്ചുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എനർജി ആയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആയിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി മെത്തേഡ് ആണ്. അടുത്തതാണ് ലാസ്റ്റ് പോയിന്റ് ആണ് ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ്. ട്രഡീഷണലി ഇന്ത്യൻ പീപ്പിൾ ഹാവ് ബീൻ ക്ലോസ് ടു ദെയർ എൻവയോൺമെന്റ്. They practiced environment friendly agriculture system, healthcare system, housing, transport etc. ട്രഡീഷണലി മറ്റു കൺട്രീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യക്ക് എന്തുണ്ട്, ഒരുപാട് ട്രഡീഷൻസ് ഇന്ത്യ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ. എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ കുറച്ചുകൂടി മറ്റു കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് ജീവിക്കുന്ന ആൾക്കാരുള്ള ഒരു പ്രദേശമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഇന്ത്യയിലെ ആളുകൾക്ക്
ഒരുപാട് എന്തുണ്ട് ട്രഡീഷണൽ നോളജും അതുപോലെ തന്നെ പ്രാക്ടീസസും ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ആയുർവേദം പോലെയുള്ള സംഭവങ്ങളൊക്കെ എന്താണ് നമുക്കൊരു ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. ഓക്കെ, മക്കളെ സ്ട്രാറ്റജീസിൽ നമ്മൾ 7 പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ട് പഠിച്ചിട്ടുള്ളത്. ഒന്നാമത്തെയാണ് യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. പിന്നെ എന്താണ് LPG ആൻഡ് ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയാസ്, CNG ഇൻ അർബൻ ഏരിയ, അതുപോലെ തന്നെ വിൻഡ് പവർ, സോളാർ പവർ, അതുപോലെ തന്നെയാണ് മിനി ഹൈഡൽ പ്ലാന്റ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ്. ഇത്രയും പോയിന്റ്സ് ആണ് എന്തിൽ വരുന്നത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, 8 മാർക്കിന് ചോദിക്കുന്ന SC ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇതേപോലെ തന്നെ ഷോർട്ട് ആക്കി പഠിച്ചു വെക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളിൽ നിന്ന് ഒന്നും വിടാനില്ല. ഇപ്പൊ കാണിച്ചു തന്ന ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിൽ നിന്ന് ഒരു പോയിന്റ് പോലും നിങ്ങൾക്ക് കളയാനില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഷുവർ ആയിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും? 8 മാർക്ക് കിട്ടും. ഓക്കെ, നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ കോൺസിക്വൻസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ലാൻഡ് ഡിഗ്രഡേഷന്റെ കോസസ് പഠിച്ചു അല്ലെ. ലാൻഡ് ഡിഗ്രഡേഷൻ ഉണ്ടാവുന്ന കാരണങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു SC ക്വസ്റ്റ്യനും പഠിച്ചു. ഓക്കെ, ഇതാണ് ഈ ഒരു ചാപ്റ്ററിലെ 3 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ എൻവയോൺമെന്റിന്റെ ഒബ്ജക്റ്റീവ്സും എന്ത് ചെയ്യാം? ചോദിക്കാറുണ്ട്. ഓക്കെ, നമ്മുടെ അസിമുലേറ്റ് വേസ്റ്റ്, അതുപോലെ തന്നെ പ്രൊവൈഡ്സ് എസ്തെറ്റിക് സർവീസസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് പോയിന്റ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ ഒരു പോയിന്റ്സ് ഉള്ള ആ ഒരു ക്വസ്റ്റ്യനും ഫംഗ്ഷൻസ് ഓഫ് എൻവയോൺമെന്റും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് നോക്കി വെക്കുക. അതുപോലെ തന്നെ 2 മാർക്കിന് ചോദിക്കാറുള്ളതാണ് ക്യാരിങ് കപ്പാസിറ്റിയും അബ്സോർപ്റ്റീവ് കപ്പാസിറ്റിയും. ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എൻവയോൺമെന്റിൽ വേസ്റ്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? നമുക്കൊരു കപ്പാസിറ്റി ഉണ്ട് അല്ലെ. നമ്മുടെ മണ്ണിനൊരു കപ്പാസിറ്റി ഉണ്ട്. അതാണ് ഈ പറയുന്ന ക്യാരിങ് കപ്പാസിറ്റി. അതുപോലെ തന്നെ ഡീഗ്രഡേഷന് അല്ലെ, ഡീഗ്രഡേഷനെ താങ്ങാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? എൻവയോൺമെന്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കപ്പാസിറ്റി ഉണ്ട്. അതാണ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി. ഓൾറെഡി നമ്മൾ പറഞ്ഞു ക്യാരിങ് കപ്പാസിറ്റിക്ക് മുകളിലാണ് ഡീഗ്രഡേഷൻ എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? വേസ്റ്റേജ് എന്നുണ്ടെങ്കിൽ ഡീഗ്രഡേഷൻ സംഭവിക്കാം. അതിനുശേഷമാണ് അബ്സോർപ്ഷൻ വരുന്നത്. ഡീഗ്രഡേഷൻ സംഭവിച്ച് ആ ഒരു ഡീഗ്രഡേഷന് താങ്ങാനുള്ളതാണ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.